ഇന്ത്യയുടെ വൈവിധ്യമാർന്ന കാലാവസ്ഥ പാമ്പുകളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമാണ്. കൃഷിയിടങ്ങൾ, വനഭൂമികൾ, എന്തിന് നാം അധിവസിക്കുന്ന നമ്മുടെ വീടുകൾ പോലും പാമ്പുകളുടെ വിഹാര കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവയിൽ പലതും അതീവ വിഷമുള്ളവയും മനുഷ്യർക്ക് അപകടകാരികളുമാണ്. ഓരോ വർഷവും പാമ്പുകടി വലിയൊരു പൊതുജനാരോഗ്യ പ്രശ്നമായി തുടരുകയാണ്. ഈ പാമ്പുകളിൽ ഏതൊക്കെ വർഗങ്ങളാണ് കൂടുതൽ അപകടകാരികളെന്നും അവയുടെ വിഷം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അവ സാധാരണയായി എവിടെയാണ് കാണപ്പെടുന്നതെന്നും നാം മനസ്സിലാക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഇതിനുള്ള പ്രതിവിധി നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിഷപ്പാമ്പുകളെ പറ്റിയും അവയുടെ രീതികളെ കുറിച്ചും അറിയാനാണ്. ആദ്യം തന്നെ ഞാൻ പറയുന്നത് ഇന്ത്യൻ കോബ്രയെ പറ്റിയാണ്, അതായത് മൂർഖൻ. ഇന്ത്യയിലെ ബിഗ് 4 പാമ്പുകൾ എന്നറിയപ്പെടുന്ന ഏറ്റവും അപകടകാരികളായ 4 പാമ്പുകളിൽ ഒന്നാണ് ഇന്ത്യൻ കോബ്ര. ഈ മൂർഖനെ അവയുടെ പത്തി കണ്ടാൽ എളുപ്പത്തിൽ തിരിച്ചറിയാം. ഇതിന്റെ വിഷം നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുന്നത്. ഇത് പക്ഷാഘാതത്തിനും ശ്വാസതടസ്സത്തിനും കാരണമായേക്കാം. രണ്ടാമതായി ഞാൻ പറയുന്നത് കോമൺ ക്രേറ്റ് അല്ലെങ്കിൽ വെള്ളിക്കെട്ടൻ എന്ന ഇനത്തിൽപ്പെട്ട പാമ്പുകളെ പറ്റിയാണ്. അതീവ വിഷമുള്ള ഈ പാമ്പ് പലപ്പോഴും ജനവാസ മേഖലകൾക്ക് സമീപമാണ് കാണപ്പെടുന്നത്. ഈ അടുത്ത നാളുകളിലൊക്കെ നാം കേട്ടിട്ടുണ്ട് ഈ വെള്ളിക്കെട്ടൻ പാമ്പ് കടിച്ച് ഒരുപാട് ആൾക്കാർക്ക് അപകടമുണ്ടായി എന്ന്. രാത്രികാലങ്ങളിൽ സംഭവിക്കുന്ന ഭൂരിഭാഗം പാമ്പുകടികൾക്കും പിന്നിൽ ഇത്തരം പാമ്പുകളാണ്. ഇവയുടെ കടി അത്ര വേദനയുള്ളതല്ലെങ്കിലും ഇതിലെ മാരകമായ ന്യൂറോടോക്സിനുകൾ കാരണം ഇത് അതീവ അപകടകാരിയാണ്. കടിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ അറിയണമെന്നില്ല, അത് കഴിഞ്ഞാവും ഇതിന്റെ കടിയെപ്പറ്റി നമ്മൾ അറിയുന്നത്. ഉടൻ തന്നെ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ വലിയ അപകടത്തിലേക്കായിരിക്കും നമ്മുടെ പോക്ക്. അടുത്തതായി ഞാൻ പറയുന്നത് റസൽസ് വൈപ്പർ അല്ലെങ്കിൽ അണലി. അണലിപ്പാമ്പിനെ കുറിച്ച് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. പെട്ടെന്ന് ആക്രമിക്കാൻ സാധ്യതയുള്ള സ്വഭാവത്തിന് പേര് കേട്ടതാണ് അണലികൾ. ഇവയുടെ വിഷം രക്തചംക്രമണ വ്യവസ്ഥയാണ് ബാധിക്കുന്നത്, അതായത് ഹീമോടോക്സിക് എന്ന് പറയും. ഇത് കോശങ്ങൾ നശിക്കുന്നതിനും ആന്തരിക രക്തസ്രാവത്തിനും വൃക്ക തകരാറിലാകുന്നതിനും കാരണമാകും. പതിയെ നമ്മുടെ മരണത്തിനും ഇത് കാരണക്കാരനാകും. നാലാമതായി ഞാൻ പറയാൻ പോകുന്നത് സോസ്കെയിൽഡ് വൈപ്പർ അല്ലെങ്കിൽ അണലി വർഗത്തിൽപ്പെട്ട പാമ്പുകളെ കുറിച്ചാണ്. ഇവ തീരെ ചെറുതാണെങ്കിലും അതിമാരകമായ ഈ പാമ്പ് ശത്രുക്കളെ ഭയപ്പെടുത്താൻ അതിന്റെ ശൽക്കങ്ങൾ തമ്മിൽ ഉരസി സവിശേഷമായ ശബ്ദം പുറപ്പെടുവിക്കുന്നു. ഇതിന്റെ വിഷം രക്തം കട്ടപിടിക്കുന്ന പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നു. ഇത് ശരീരത്തിനുള്ളിലെ രക്തസ്രാവത്തിനും മരണത്തിനും കാരണമായേക്കാം. ചെറുതാണല്ലോ എന്ന് കരുതി ഉപേക്ഷ വിചാരിച്ചാൽ നമ്മുടെ ജീവന് തന്നെ നഷ്ടമാകും. അഞ്ചാമതായി ഞാൻ പറയുന്നത് രാജവെമ്പാലയെ കുറിച്ചാണ്, അല്ലെങ്കിൽ കിങ് കോബ്രയെ കുറിച്ച്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വിഷപ്പാമ്പാണ് രാജവെമ്പാല. ഒറ്റക്കടിയിൽ തന്നെ വലിയ അളവിൽ നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന വിഷം കുത്തിവയ്ക്കാൻ ഇതിന് സാധിക്കും. അതുകൊണ്ടാണല്ലോ പാമ്പുകളുടെ രാജാവ് എന്ന് വിളിക്കുന്നത്. ഭയപ്പെടുത്തുന്ന സ്വഭാവമുണ്ടെങ്കിലും ശല്യപ്പെടുത്തിയാലല്ലാതെ ഇവ മനുഷ്യരുമായുള്ള സമ്പർക്കം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കാറുമുണ്ട്. ആറാമതായി ഞാൻ പറയുന്നത് മഞ്ഞ വരയൻ അല്ലെങ്കിൽ ശംഖുവരയൻ എന്നതിനെ പറ്റിയാണ്. ബാൻഡഡ് ക്രേറ്റ് എന്ന് പറയും. മഞ്ഞയും കറുപ്പും വരകളുള്ള ഈ പാമ്പ് അതീവ വിഷമുള്ളതാണ്. നമ്മുടെ പരിസരങ്ങളിൽ നാം സാധാരണ കാണാറുമുണ്ട്. സാധാരണയായി രാത്രികാലങ്ങളിൽ സജീവമാകുന്ന ഇവ വളരെ ശാന്ത സ്വഭാവക്കാരായിട്ടാണ് കാണപ്പെടുന്നത്. ഇതിന്റെ അക്രമ സ്വഭാവം കുറവാണെങ്കിലും ഇതിന്റെ വിഷം നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അതീവ വീര്യമുള്ളതാണ്. സാധാരണയായി ചതുപ്പു നിലങ്ങളിലും വനപ്രദേശങ്ങളിലുമാണ് കൂടുതലായി ഇവയെ കാണപ്പെടാറ്. ഇതിനെ കടിയേറ്റാലും ഉടൻ തന്നെ നാം ചികിത്സ തേടേണ്ടതാണ്. അടുത്തതായി പറയുന്നത് ചുരുട്ടമണ്ഡലി അല്ലെങ്കിൽ ഹം നോസ്ഡ് പിറ്റ് വൈപ്പർ, അതിനെപ്പറ്റിയാണ്. തെക്കേ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന ഈ പാമ്പിന്റെ വിഷം കോശങ്ങൾക്കും ടിഷ്യൂകൾക്കും ഗുരുതരമായ നാശമുണ്ടാക്കുന്നു. ഇതിന്റെ കടികൾ പലപ്പോഴും വേണ്ടത്ര റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല എന്നാണ് വാസ്തവം. അങ്ങനെ അറിയാറുമില്ല. എന്നാൽ ഇതിന്റെ കടി മരണം വരെ സംഭവിക്കാൻ കാരണമാകും. അടുത്തതായി ഞാൻ പറയുന്നത് മലബാർ കുഴിമണ്ഡലി അല്ലെങ്കിൽ മലബാർ പിറ്റ് വൈപ്പർ എന്ന ഇനത്തെ പറ്റിയാണ്. പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന ഈ ഇനം പാമ്പുകളുടെ കടി കഠിനമായ വേദന ഉണ്ടാക്കുന്നതാണ്. ഇതിന്റെ വിഷം രക്തകോശങ്ങളെ ബാധിക്കുന്നതാണെങ്കിലും കൃത്യസമയത്ത് ചികിത്സ ലഭ്യമാക്കിയാൽ മരണസാധ്യത കുറവാണ്. അടുത്തതായി ഞാൻ പറയുന്നത് ഇന്ത്യൻ പവിഴപ്പാമ്പ് അല്ലെങ്കിൽ ഇന്ത്യൻ കോറൽ സ്നേക്ക് എന്നതിനെ പറ്റിയാണ്. രഹസ്യ സ്വഭാവമുള്ള ഈ വർഗത്തിന് അതീവ പ്രഹരശേഷിയുള്ള ന്യൂറോടോക്സിക് വിഷമാണുള്ളത്. ഇവ മനുഷ്യരിൽ നിന്ന് ഒഴിഞ്ഞുമാറി ജീവിക്കുന്നതിനാൽ കടിയേൽക്കുന്ന സാഹചര്യം അപൂർവമാണെങ്കിലും കടിയേറ്റാൽ അത് ഗുരുതരമാകും. ചിലപ്പോൾ മരണത്തിനും കാരണമായേക്കാം. അവസാനമായി ഞാൻ പറയുന്നത് ആൻഡമാൻ കോബ്ര എന്ന വർഗത്തെ പറ്റിയാണ്. ആൻഡമാൻ ദ്വീപുകളിൽ മാത്രം കാണപ്പെടുന്നതാണ് ഈ ഇനങ്ങൾ.
അവിടെ മാത്രം കാണപ്പെടുന്നതിനാൽ ഈ പാമ്പിൻ വർഗത്തെപ്പറ്റി കാര്യമായ പഠനങ്ങളൊന്നും നടന്നിട്ടുമില്ല. പക്ഷേ ഈ പാമ്പിൻ വർഗം അതീവ വിഷമുള്ളതാണ്. വിഷമേറ്റാൽ ഉടൻ തന്നെ മരണം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അപകട സാധ്യതയും വളരെ വലുതാണ്. അപ്പോൾ ഇത്തരം വിഷപ്പാമ്പുകളെ കുറിച്ചുള്ള അറിവ് നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ പ്രയോജനപ്പെടും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്